കുളിക്ക് കുളിക്ക് സ്വാതി മതി കുളിക്ക്. മതി നിർത്ത്. ജലം അമൂല്യമാണ്. അതിങ്ങനെ പാഴാക്കുന്ന സൂക്ഷിച്ചു വേണം. അയ്യോ, ഞങ്ങള് വെറുതെ. വേദ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? കല്യാണം ക്ഷണിക്കാൻ വന്നതാ. വന്നത് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? അല്ല, സ്വർഗത്തിലെ കട്ടുറും പായില്ലല്ലോ. ഹേയ്, ഇനി ആയാലും കുഴപ്പമൊന്നുമില്ല. സ്വർഗത്തിലെ കട്ടുറുമ്പല്ലേ, അതവിടെ തന്നെ ഇരുന്നോട്ടെ. അല്ല സ്വാതി? പെട്ടെന്ന് ഇങ്ങനൊരു ആലോചന വന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ പയ്യൻ, യുഎസിലാ. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാ എടുപിടിന്ന് നടത്തുന്നത്. കല്യാണം കഴിഞ്ഞ വേദ അമേരിക്കക്ക് പോവോ അതോ? ഉടനെയില്ല, ഒരു 2 മാസം കഴിയുമ്പോ പോവും. പുള്ളിക്ക് ഫാമിലി വിസ ഉള്ളതാ. അപ്പോ പോയാ പിന്നെ വേദയെ കാണാൻ പറ്റില്ല എന്ന് ചുരുക്കം. എന്നെ കാണാൻ ഇവിടെ ആരാ ഉള്ളത്? എനിക്ക് ഈ സിറ്റി മടുത്തു. പുതിയ ജീവിതം പുതിയൊരു സ്ഥലത്താവുന്നല്ലേ നല്ലത്. ഏതായാലും ശ്രമം വെറുതെ ആയില്ല. നിന്നെക്കാളും ക്വാളിഫൈഡ് ആ കക്ഷി. അതെ അതെ, യുഎസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. ജോലിയിലൊന്നും അല്ലല്ലോ കാര്യം, ലൈഫിന്റെ സുഖത്തിലല്ലേ. അതൊരു തരം അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? നിങ്ങൾക്കിടയിൽ അതുണ്ട്. അതുപോലെ എനിക്കും സാധിക്കും. വേദയ്ക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടും. ഞാൻ ഏതായാലും ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ വരണം, അനുഗ്രഹിക്കണം. നിങ്ങളെ മാത്രമേ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ക്ഷണിക്കുന്നുള്ളൂ. നിങ്ങളാണ് അന്നത്തെ എന്റെ VIP ഗസ്റ്റ്. ഞങ്ങൾ വന്നോളാം. നിങ്ങളല്ല, ഇവിടുന്ന് എല്ലാരും വരണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു മണിക്കൂറുകളേ ഉള്ളൂ മുമ്പില്. ഓടാൻ ഗണേശനും അച്ഛനും ഒക്കെ ഉണ്ട്. എന്നാലും ഒരു പരിഭ്രമം. കാണാം. ശരി. നന്നാവട്ടെ എല്ലാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ സന്തോഷമൊന്നും കാണാനില്ല വേദയില്, അല്ലേ? അത് ഇവിടെ വന്നതുകൊണ്ടായിരിക്കും. ഏതായാലും സമ്മതിച്ചല്ലോ വേറൊരു കല്യാണത്തിന്. അത് തന്നെ വലിയ കാര്യം. അതെ, ഇതോടെ വേദ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ? വേദയുടെ കൂടെ നിന്നതാ. ഏതെങ്കിലും ഒരുത്തന്നെ കല്യാണം കഴിച്ചു പോകാനായിരുന്നെങ്കിൽ അത് നേരത്തെ ആവാറുന്നല്ലോ. എന്തിനാ വട്ടടക്കം അഭിനയിച്ച് ഇത്രയും കാലം പൊരുതിയത്? അതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ലല്ലോ ഗൗരി. എന്ന് വെച്ചിട്ട് ഞാനാ ഇപ്പൊ വഴിയാതാരമായത്. ഞാനിപ്പോ എല്ലാവരുടെ മുമ്പിൽ തോറ്റു. ഗൗരി കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നീലിനെ എനിക്ക് കിട്ടുമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് ഗൗരിക്ക് തരാൻ പറ്റുമോ? ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ജീവിതം പാഴാക്കുന്നത് ബുദ്ധിയാണോ? ആ സ്വാതിയെ കുത്തിക്കൊന്നിട്ട് വേദിക്ക് ജയിലിൽ പൊക്കൂടെ? അതുകൊണ്ട് എന്താ ഗുണം? വെറുതെ നരയിക്കാന്നല്ലാണ്ട്. കഷ്ടം. സങ്കടമായോ? സങ്കടമല്ല, ദേഷ്യം. എന്താ ചിരിക്കുന്നേ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ ഗൗരി. എന്നോട് ഇത്രയും സ്നേഹം ഒരാളും കാണിച്ചിട്ടില്ല. അതിന് ചിരിക്കുവാണോ വേണ്ടത്? ചിരിച്ചത് അത് വേറെ ചില കാര്യങ്ങൾ ഓർത്തിട്ടാ. അത് നിനക്ക് മനസ്സിലാവും. ഇപ്പോഴല്ല, പിന്നീട്. സത്യം പറ, ഇതെല്ലാരും അടവല്ലേ ഈ കല്യാണം അടക്കം? നിനക്കങ്ങനെ തോന്നിയോ? തോന്നി. നമ്മള് തമ്മില് കൊറേ കാലമായില്ലേ പരിചയമായിട്ട്. ഇത്രയും കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ വേദിക്ക് ഒരിക്കലും വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പറ്റാത്തോണ്ടാണോ എന്റെ കല്യാണം വരെ തീരുമാനിച്ചത്?
ഇറങ്ങ. നടക്ക. നടക്കുമോളെ. ആ, എല്ലാരും വാ വാ. വാ നമുക്കൊന്ന് തൊഴുതിട്ട് വരാം. ആ. ആ നമസ്കാരം. ഞങ്ങൾ എത്തി കേട്ടോ. എല്ലാരും വന്നിട്ടുണ്ടല്ലോ. അകത്തുണ്ട്. ആ ശരി വരൂ. വരണം. ഏട്ടാ, ദേ വേദ. ഒരു ചെറിയ സമ്മാനം. താങ്ക് യു. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. അതെന്താ, ഞാൻ കെട്ടിപ്പോന്നതുകൊണ്ടാണോ? എനിക്കൊരു ജീവിതം കിട്ടുകയല്ലേ. ഓ അങ്ങനെ. ആഗ്രഹിച്ചൊന്നല്ല കിട്ടുന്നത്, പിന്നെ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു മാത്രം. നിന്റെ ഭാഗ്യം എനിക്കും ഉണ്ടാവണേന്നാ ഞാനിപ്പോ പ്രാർത്ഥിച്ചത്. നീലിന് ഒരാളെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാനത് അനുഭവിച്ചിട്ടുള്ളതാ. എന്റെ ജീവിതത്തിൽ വരുന്ന ആൾക്കും അതിന് കഴിയണേന്നാ പ്രാർത്ഥന. എല്ലാം ശരിയാവും. നല്ലൊരു ജീവിതം തന്നെ വേദയ്ക്ക് കിട്ടും. ഗൗരിയുടെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്തത്? നീ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം എനിക്ക് ഉണ്ടാവാത്തത് കൊണ്ടാണോ? വേദ, ഒരു മിനിറ്റ് ഒന്നിങ്ങ് വന്നേ. വാ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, സന്തോഷായി. വേദ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായിട്ട് തന്നെയാ ചോദിക്കുന്നത്. വേദ, കുറച്ചു നേരം കഴിഞ്ഞ ഈ കല്യാണം നടക്കും. നടക്കട്ടെ. അപ്പൊ കളിയാണ്, കണ്ടോളൂ എന്നൊക്കെ അന്ന് പറഞ്ഞത്. സത്യം പറ, നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ തോന്നിയോ? തോന്നി. എന്നാ കുഴപ്പം കാണും. വേദ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഭ്രാന്ത് എനിക്കാണെന്ന് പറഞ്ഞിട്ട്? ഉഫ്, ഞാനൊന്നും പറയുന്നില്ല. എന്ത് വേണമെങ്കിലും ആയിക്കോ. എന്താ രണ്ടുപേരും കൂടി മാറി നിന്ന് സംസാരിക്കുന്നത്? ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയുമായിരുന്നു. എന്റെ സെലക്ഷനാ. ഓ, അതാണ്. മോളെ, ചെറുക്കനും പാർട്ടി എത്താറായി, മുഹൂർത്തത്തിന് സമയമായല്ലോ. വാ നടക്ക. താലി ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? അതെ, അവര് കൊണ്ടുവരും.
വേദ, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയില്ല. വാക്കുകൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല വേദയ്ക്കുണ്ടായ നഷ്ടം. സാരമില്ല, ഇങ്ങനെയൊരു തിരിച്ചടി എനിക്ക് അത്യാവശ്യമായിരുന്നു. ഞാനത് അർഹിക്കുന്നുണ്ട്. ഏട്ടനും കൂടെ വരണമെന്നുണ്ടായിരുന്നു. വന്ന വേദയുടെ വീട്ടുകാര് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാ വരാതിരുന്നത്. അവർക്ക് ദേഷ്യം കാണും, പക്ഷേ എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. എന്റെ കർമ്മഫലമാ ഞാൻ അനുഭവിച്ചത്. എന്റെ തലവര മാറ്റാൻ ആർക്കും പറ്റില്ലല്ലോ. അയാളെ വിളിച്ചിരുന്നോ ആ പയ്യൻ? എന്നെയോ? എന്തിന്? എന്നെ അയാൾക്ക് വേണ്ടല്ലോ, പിന്നെ എന്തിനാ വിളിക്കുന്നത്? എന്നാലും ആരായിരിക്കും ആ ഫോട്ടോസ് അയച്ചു കൊടുത്തത്? അന്വേഷിച്ചില്ല. ഇനിയിപ്പോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? വിഷമിക്കരുതെന്ന് നീലിനോട് പറയണം. ഞാനിതൊക്കെ എങ്ങനെയെങ്കിലും സഹിച്ചോളാം. നമുക്ക് അധികം വൈകാതെ വേറൊരാളെ കണ്ടുപിടിക്കാം. എന്നിട്ട് ഇതിനേക്കാൾ നല്ല രീതിയിൽ കല്യാണവും നടത്താം. സ്വാതി, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അർത്ഥമില്ലാത്ത ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷിക്കാൻ. എനിക്ക് പറ്റിയ തിരിച്ചടി, അതിന്റെ ആഴം, വേദന, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ചെറുക്കൻ, പുതിയ കല്യാണം, ഇതൊക്കെ എല്ലാരും പറയും. ഇതല്ലാതെ വേറെ എന്താ എന്നോട് പറയാൻ? പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് പറയുന്ന നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. അറ്റ്ലീസ്റ്റ് എളുപ്പമല്ലെന്നെങ്കിലും. അതുകൊണ്ട് അത്തരം ടോപ്പിക്സ് വിടുന്നത് തന്നെയാ നല്ലത്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. വേറെ എന്ത് സംസാരിക്കാനാ ഈ അവസ്ഥയില്? അതാണ് ഒരു പ്രശ്നം. പക്ഷേ ഒന്നുണ്ട്, ഞാൻ അത്ര ദുഃഖിതയൊന്നുമല്ല. പ്രേമിച്ച് നടക്കുമ്പോ കണ്ണ് കാണാതെ നടക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കുമുള്ള ഒരു പാഠം എന്റെ ജീവിതം. കണ്ണു തുറക്കാൻ ഒരടി, അതും മുഖത്തിട്ട് തന്നെ. ഞാനത് അംഗീകരിക്കുന്നു. ഒന്നേ സ്വാതി അടക്കമുള്ള എല്ലാരോടും എനിക്ക് പറയാനുള്ളൂ. ഓവർ സഹതാപം കാണിച്ച് എന്നെ അപമാനിക്കരുത്. എനിക്കത് കാണണ്ട. കല്യാണം മുടങ്ങുന്നത് എന്റെ ജീവിതത്തില് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. നീലിന്റെ കാര്യത്തിലും അത് തന്നെയല്ലേ നടന്നത്. ഇതിപ്പോ സാരിയൊക്കെ ഉടുത്ത് ചെന്ന് നിന്നു. അതല്ലേ ഉള്ളു വ്യത്യാസം. ഏതായാലും സ്വാതി ഇവിടെ വരെ വന്നല്ലോ, അത് മതി. കാണാം. പറഞ്ഞേക്ക് നീലിനോടും എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന്. ഞാനൊരു സംശയം ചോദിച്ചാ ദേഷ്യപ്പെടുവോ? ചോദിക്ക്. നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ രണ്ടാളുടെയും കയ്യിലല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് വേറെ ആരുടെയെങ്കിലും കയ്യിലുണ്ടായിരുന്നോ? ഇല്ല. പിന്നെങ്ങനെയാ ആ ഫോട്ടോസ് കല്യാണം കഴിക്കാൻ വന്ന ആ ചെറുക്കന്റെ കയ്യിൽ കിട്ടുന്നേ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇതിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. ഈ കല്യാണം നടക്കാതിരിക്കാൻ ആരോ മനഃപൂർവ്വം ശ്രമിച്ചതുപോലെ. ആരെ നിനക്ക് സംശയം? വേദയെ തന്നെ. എല്ലാം നേരത്തെ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാനാണ് സാധ്യത. നീ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ അവളെന്തിനാ കല്യാണത്തിന് സംഭവിച്ചത്? ഫോട്ടോസ് കല്യാണത്തിന് മുമ്പേ അയച്ചു കൊടുത്താൽ പോരെ? അണിഞ്ഞൊരുങ്ങി തയ്യാറായി വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിതയാവേണ്ട ആവശ്യമുണ്ടായിരുന്നു? മണ്ഡപത്തില് ബോധം കെട്ട് വീഴാൻ പറ്റണമെങ്കിൽ കല്യാണത്തിന്റെ അന്ന് വേണ്ടേ മുടങ്ങാൻ? എന്നാലല്ലേ എല്ലാവരും വേദയ്ക്ക് വന്ന ദുരിതത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയുള്ളൂ. ഇതെന്റെ തോന്നല് മാത്രമാണ്, ശരിയാവണമെന്നില്ല. തെറ്റാവണമെന്നുമില്ല. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ഒരു കാര്യം ഉറപ്പാ, വേദ വീണ്ടും നമുക്ക് തലവേദനയായി മാറും. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. നീ എഴുതാപ്പുറം വായിക്കണ്ട. എന്റെ തോന്നലൊന്നും അങ്ങനെ ഇതുവരെ തെറ്റിയിട്ടില്ല ഏട്ടാ. എന്നിട്ട് അവരെന്തു പറഞ്ഞു?
അവരുടെ ആരുടെ അഭിപ്രായമല്ല എനിക്ക് വേണ്ടത്. നീ എന്തു പറയുന്നു അതാ എനിക്ക് അറിയേണ്ടത്. വേറൊന്നുമല്ല, ഒരു കല്യാണക്കാരിയോ. ആരുടെ? വേദയുടെ. അവളുടെ കാര്യം എന്തിനാ നീ എന്നോട് പറയുന്നത്? നീ വിചാരിച്ച അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിലും നീ വിചാരിച്ചാലേ അതിന് പറ്റൂ. മനസ്സിലായില്ല. വേദയുടെ കല്യാണം മുടങ്ങിയത് അറിയാലോ. അതിന്റെ കാരണം നിനക്കറിയാം. ഇനിയൊരു കല്യാണം അതുണ്ടാക്കിയെടുക്കാന്ന് പറയുമ്പോ എനിക്ക് പുരാണൊന്നും അറിയണ്ട. എന്താ കാര്യം വെച്ചാ പറ. വേദയ്ക്ക് ഉടനെ തന്നെ കല്യാണം കഴിക്കണം. അതിനവള് കണ്ടുവച്ചിരിക്കുന്ന ചെറുക്കൻ അത് നീയാ. എന്ത് കണ്ടു ചേരുന്ന പ്രപ്പോസൽ തന്നെ ഇത്. എന്നേക്കാൾ മൂത്തതായി പോയി. അല്ലെങ്കിൽ അടിച്ചതിന്റെ മുഖം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? തെറ്റുണ്ട്. അവളങ്ങനെ വിട്ടിത്തം പറഞ്ഞെങ്കിലും നീ അതിന്റെ ന്യായോ അന്യായോ ഒക്കെ ഓർക്കണമായിരുന്നു. അങ്ങനെ ഓർത്തെങ്കിൽ ഒരിക്കലും നീ ഇതിവിടെ ഒന്ന് പറയില്ലായിരുന്നു. എല്ലാം അറിയുന്ന നിനക്ക് ഇതുപോലൊരു കാര്യം ഇവിടെ വന്ന് എങ്ങനെ പറയാൻ തോന്നി? ഈ കുടുംബം കലക്കാൻ വേദ കണ്ടുപിടിച്ച ബുദ്ധിയാ ഈ കല്യാണാലോചന. ഞങ്ങളോട് പറഞ്ഞപ്പോ തന്നെ അത് നടക്കില്ലെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്തിനാ അത് ഗിരിയോട് പറയാൻ പോയത്? എനിക്ക് ഈ കല്യാണത്തിൽ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാം അറിയുന്ന ഒരാള് തന്നെയാവുമ്പോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല ഗൗരി. ഗിരിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വേദ വന്നാ അതൊരിക്കലും ശരിയാവില്ല. വേദയുടെ മനസ്സിൽ വേറൊന്നും ഇല്ലായിരിക്കും. എന്ന ഭാവിയിൽ പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാവും. എന്ത് പ്രശ്നങ്ങള്? ഞാൻ നോക്കിയിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്ക് നിന്റെ ഭർത്താവിന് വിശ്വാസം ഇല്ലെങ്കിൽ അത് പറ. ഇതാ നിന്റെ കുഴപ്പം. വെറുതെ എഴുതാപ്പുറം വായിക്കും. നീ സ്വാതിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും ഇപ്പൊ നീ പറഞ്ഞതിലെ ഔചിത്യമില്ലായ്മ. അതെ, കൂടുതൽ ചർച്ചയൊന്നും വേണ്ട. എനിക്ക് വേദയെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് താല്പര്യവും ഇല്ല. ഇതിൽ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ടല്ലോ ആർക്കും. ഈ ചർച്ച അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. എടാ ഗിരി, ഒന്നും കൂടെ ആലോചിക്കടാ. ഇനി മിണ്ടിയ നിന്റെ പ്രായം ഞാൻ മറക്കും. എടാ ഓടി. വല്യമ്മ, എന്നാലും നീ കൂടുതലൊന്നും പറയണ്ട. ഇനി ഇതിനെക്കുറിച്ച് ഈ വീട്ടിലൊരു ചർച്ച വേണ്ട. ചായ. ആ ഉം. വേദയില്ല ആന്റി? അകത്തുണ്ട്. വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ആർക്കറിയാം? നിന്റെ ഈ സംശയം ആദ്യം കള. അല്ലെങ്കിലും കുറ്റം എനിക്കാണല്ലോ. ദേ, മനസ്സ് തകർന്നു നിൽക്കുക അവള്. ഈ സമയത്ത് വെറുതെ അവളെ വിഷമിപ്പിച്ചോണ്ടല്ലോ. അവളെ അല്ല, ആ വന്ന് കേറിയതിനെ എനിക്കിഷ്ടമില്ലാത്തത്. അവൾ ഒറ്റ ഒരുത്തിയ എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നത്. ഹലോ. എന്തായി? അവതരിപ്പിച്ചോ? എന്നിട്ട് ടമാർ പടാർ ടിഷ്യൂ, പിന്നെ കുറെ ഗുണന ചിഹ്നങ്ങളും. തെറിയായിരുന്നോ? എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ആ മോഹൻ 4 മടക്കി പെട്ടി വെച്ച് പൂട്ടുന്നത് നല്ലത്. അങ്ങനെ പൂട്ടാനല്ലല്ലോ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്റെ മുമ്പിൽ വേറെ വഴിയില്ലാന്ന് പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. ഏറ്റവും എതിർപ്പ് ഗിരിക്ക് തന്നെയാ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. നീലിന്റെ ഏട്ടത്തിയുടെ ആരാധകനല്ലേ അവൻ. ഇനിയിപ്പൊ എന്ത് ചെയ്യും വേദ? എന്ത് ചെയ്യാൻ? അതേ തന്നെ മുറുക്കി പിടിക്കാം. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം നടത്തിയെടുക്കണം. അതിനല്ലേ മിടുക്ക് കാണിക്കേണ്ടത്.
എക്സ്ക്യൂസ് മീ, യെസ്. വേദയല്ലേ? ആണെങ്കി ഞാൻ രാജീവ്. എനിക്കറിയാം. എന്തറിയാം? വേദയ്ക്കറിയാവുന്ന രാജീവ് ഒരു സ്ഥാപനത്തിന്റെ MD-യാ. ആ രാജീവായിട്ടല്ല ഞാനിപ്പോ വേദയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നീല് പറഞ്ഞ ചെറുക്കൻ ഞാനാ. ഓ, അത് ശരി. ഫോൺ ചെയ്ത് കാണുമെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്ക് ആളെ മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ വരില്ലെന്നായിരുന്നോ വേദ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ അത്ര ഭീരുവല്ല. ഞാനും. എന്നെ കുറിച്ച് രാജീവിന് എന്തറിയാം? പലതും. ഞാൻ കുറച്ചു കാലം മുമ്പ് വരെ ഒരാളുടെ കാമുകിയായിരുന്നു. അറിയാം. നീലല്ലേ ആ കാമുകൻ? ഓ, അപ്പോ എല്ലാം അറിഞ്ഞാ വന്നിരിക്കുന്നെ? അതെ. എന്നാലും എല്ലാം നീല് പറഞ്ഞു കാണില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. എന്താ വേദ ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ അടുപ്പം ഭയങ്കര ഡീപ്പായിരുന്നു. കാരണം കല്യാണം കഴിക്കുമെന്ന് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു റിലേഷൻ ആവുമ്പോ അറിയാലോ ആ ബന്ധത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. മനസ്സിലായില്ല. ഞങ്ങള് രണ്ടുപേരും ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അതൊക്കെ സ്വാഭാവികമല്ലേ? പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. രാത്രിയിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓ, അതെന്തിനായിരുന്നു എന്നറിയോ? ഒരുമിച്ച് ഒരു ദിവസം ഹോട്ടൽ മുറിയിൽ താമസിക്കാനായിട്ട്. ഇക്കാര്യം നീൽ ഒരിക്കലും പറഞ്ഞു കാണില്ല. പറഞ്ഞോ? ഇല്ല. എന്നാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കല്യാണം നടക്കുന്ന ഉറപ്പായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്കിയെല്ലാം രാജീവിന് ഊഹിക്കാം. എന്നുവെച്ചാ? ഇതിൽ കൂടുതല് ഞാൻ എന്താ പറയണ്ടേ? എന്റെ പാസ്റ്റ് മനസ്സിലാക്കുന്ന ഒരാളെ കെട്ടൂന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ ഞാൻ എല്ലാം തുറന്നു പറയുന്നത്. ഒരു പെണ്ണും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാ ഞാൻ രാജീവിനോട് തുറന്നു പറഞ്ഞത്. പിന്നീട് ഒരിക്കലും വഞ്ചിക്കപ്പെട്ടു രാജീവിന് തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പൊ എന്ത് തോന്നുന്നു? നീലിന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചത് അബദ്ധമായിന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇതിന്റെ മറുപടി നീലിനോട് പറഞ്ഞോളാം. മതി, എനിക്ക് ഒരു തിരക്കുമില്ല. കണ്ട സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസ് കുടിക്കാം. വേണ്ട, പോയിട്ട് അത്യാവശ്യമുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കണ്ടതിൽ സന്തോഷം. ബൈ. ബൈ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി എന്തും മിണ്ടാനാ? ആ MD തന്നെ പൊക്കിക്കൊണ്ടുവരുന്ന് ആരെങ്കിലും വിചാരിച്ചോ? അയാൾ എന്തൊരു മനുഷ്യനാ! അത് നീയാണെന്ന് അറിഞ്ഞിട്ടും അയാള് കാണാൻ വന്നല്ലോ. ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിട്ട് ഓരോ സാധനങ്ങള്. കഷ്ടം. അതൊരു കണക്കിന് നന്നായില്ലേ? അയാള് ഈ ജന്മത്തെ സമ്മതമാണെന്ന് പറയൂ? പറയാവുന്നതിന്റെ പരമാവധി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയാനും മാത്രം ഇപ്പൊ എന്താ ഉള്ളത്? ഇല്ലേ? ഒന്നുമില്ലേ? പണ്ട് രാത്രിയിൽ പലവട്ടം നീലിന്റെ മുറിയിൽ വന്നിട്ടുണ്ട്. എപ്പോ? അതൊക്കെയുണ്ട്. അതുപോട്ടെ, ഒരുമിച്ച് ഒരു ദിവസം തങ്ങാൻ വേണ്ടി രാത്രി പോയത് നിനക്ക് ഓർമ്മയില്ലേ? അതൊക്കെ ഞാൻ അയാളോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആത്മാഭിമാനമുള്ള ആളാണെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് നീലിനോട് നോ പറയും. അപ്പോ അതും മുടങ്ങി നടത്തും. എന്താ സംശയം? അങ്ങനെ മുടങ്ങി 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 അവസാനം മറ്റൊരു വഴിയില്ലാതെ വരുമ്പോ നീല് തന്നെ ഗിരിയോട് പറയും എന്നെ കെട്ടാൻ. ഏയ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ എന്താ നിനക്ക് കൈനീട്ടം തരേണ്ടത്? ഇഷ്ടമുള്ളത് തന്നാ മതി. മതിയോ? മതി.
എന്നാ കണ്ണുപൂട്ട്. എന്തിനാ? പൂട്ട്. ഇതിനേക്കാൾ വലിയൊരു കൈനീട്ടം എനിക്ക് തരാനില്ല. എന്റെ കൃഷ്ണ, ഈ സന്തോഷം ജീവിതകാലം മുഴുവൻ നിലനിൽക്കണേ. ആ വേദ, നീല് വിളിച്ചിരുന്നോ? ഇല്ല. എന്നാ എന്നെ വിളിച്ചിരുന്നു. രാജീവില്ലേ, അയാൾ ഓക്കെ പറഞ്ഞു. നീ രാജീവിനെ കണ്ടിരുന്നു അല്ലേ? ഉവ്. നിന്റെ തുറന്ന പെരുമാറ്റം അയാൾക്ക് ഇഷ്ടായത്. ഓ, നന്നായി. അങ്ങനെയെങ്കിലും കല്യാണം നടക്കുമല്ലോ. നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഈ കല്യാണത്തിന് ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്. എന്റെ ഭാഗ്യമല്ലേ ഇങ്ങനെ ഒരു ബന്ധം. ഇഷ്ടം പോലെ കാശ്, സൗന്ദര്യം. എനിക്കൊരു വിഷമവും ഇല്ല. പകരം സന്തോഷമാ തോന്നുന്നത്. രാജീവ് ഓക്കെ പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്റെ ആഗ്രഹം പോലെ തന്നെ അത് നടന്നു. എല്ലാത്തിനും നന്ദി പറയേണ്ടത് നീലിനോടാ. അവനില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ആലോചന ശരിയാകുമായിരുന്നു. ആദ്യത്തെ കല്യാണം മുടങ്ങിയപ്പോ എനിക്ക് അവനോട് ദേഷ്യം തോന്നിയതാ. ഇപ്പൊ സ്നേഹമാ തോന്നുന്നേ. നല്ലവനാ. നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് നീലിന് നല്ല ടെൻഷനുണ്ട്. ഏതായാലും എല്ലാം ശരിയായല്ലോ. ദേ, ചെറുക്കനും ചെറുക്കന്റെ വീട്ടുകാരും ഈ ഞായറാഴ്ച ഇവിടെ വരും ഇവളെ കാണാൻ. മിക്കവാറും അന്ന് തന്നെ കല്യാണം ഉറപ്പിക്കും. എന്താ, അങ്ങനെ പോരെ? മതി. അങ്ങനെയാണ് വേണ്ടത്. വരാൻ പറ. ഞായറാഴ്ചയല്ലേ, നല്ല ദിവസമാ. അവരോട് വരാൻ പറ. മനസ്സിൽ തട്ടി തന്നെയാണോ അവൾ ഈ സംസാരിക്കുന്നേ? അതെന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ല, അവളുടെ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അതെ, അങ്ങനെ ആവണ സാധ്യത. പ്രശ്നമൊന്നും ഇല്ലാതെ നടന്നു കിട്ടിയാ മതിയായിരുന്നു. നടക്കോടി. ഇനി എന്താ തടസ്സം? പറയാനുള്ളത് മുഴുവൻ ചെറുക്കനോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇത് നടക്കും. രാജീവിന്റെ അമ്മയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? കുട്ടി വേദയല്ലേ? അതെ. മൊബൈലില് എന്റെ ഫോട്ടോ കണ്ടു കാണുമല്ലേ? അതെ, രാജീവ് എന്നെ കാണിച്ചു തന്നിരുന്നു. ഞാൻ വലിയൊരു പ്രയാസത്തിലമ്മേ. അമ്മയെ പോലൊരു സ്ത്രീയെ അമ്മായിയമ്മയായിട്ട് കിട്ടാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. രാജീവ് നല്ല ആളാ. പക്ഷേ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേ ഉള്ളൂ. എല്ലാരും എന്നോട് പറഞ്ഞിരിക്കുന്നത് സത്യമൊന്നും നിങ്ങളോട് പറയരുതെന്നാ. പക്ഷേ പറയാതിരുന്ന അത് നിങ്ങളോട് ഞാൻ ചെയ്യുന്ന ചതിയായിരിക്കും. നാളെ ആ വീട്ടില് ജീവിക്കേണ്ടവളല്ലേ ഞാൻ. കുട്ടി പറഞ്ഞോളൂ. എന്നെ കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നോ? അതെന്താ? തോന്നും അല്ലേ? അതെന്റെ തെറ്റല്ല. കുറച്ചു കാലം ഞാൻ അകത്തായിരുന്നല്ലോ. ജയിലിലോ? ജയിലിലല്ല, ആശുപത്രിയില്. ഭ്രാന്താശുപത്രിയില്. ഈശ്വര. ഞാനും ഒരാളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടം. കാര്യം കഴിഞ്ഞപ്പോ അയാൾ എന്നെ വഞ്ചിച്ചു.